നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷ നൽകേണ്ടത്, നമ്മൾ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, സാലറി തുടങ്ങിയിട്ടുള്ള പോസ്റ്റിംഗ് ലൊക്കേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ജസ്റ്റ് എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണുക, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് രണ്ട് കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്, എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അതുപോലെ പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് എന്നുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊജക്ട് എഞ്ചിനീയറിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇയർലി നിങ്ങൾക്ക് ഒരു 25,000 നിങ്ങളുടെ സാലറിക്ക് പുറമെ, അതായത് സാലറി എന്ന് പറയുന്നത് നമുക്കൊരു 40,000 ഒക്കെ സ്റ്റാർട്ടിംഗ് സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണ്. അത് മാത്രമല്ല പ്ലസ് അതിന് പുറമെ നമുക്ക് ഇയർലി ഒരു 25,000 രൂപ നമുക്ക് റിട്ടൻഷൻ ബോണസ് ആയിട്ട് ലഭിക്കും. അത് നമുക്ക് 4 വർഷം കഴിഞ്ഞിട്ടാണ് ലഭിക്കുക. അങ്ങനെ നമുക്ക് 1 ലക്ഷം രൂപ നമുക്ക് ഒരുമിച്ച് നമുക്കൊരു വലിയൊരു സേവിങ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല മന്ത്ലി അത്യാവശ്യം സാലറിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നിങ്ങൾ തരുന്ന ലൈക്ക് നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. നിങ്ങൾ വീഡിയോ ഒക്കെ എല്ലാത്തിനും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സോഷ്യൽ മീഡിയാസൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് പേജ്, ഇതിലൊക്കെ നമുക്ക് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാൻ, സ്റ്റോറി ഇടാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ പറയുന്ന ഓരോന്നിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, ഇതൊന്ന് റിസീവ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഈ ശരിക്കും ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ എഡിറ്റിംഗ് ഇല്ലാതെ കംപ്ലീറ്റ് നമ്മളെന്താണ് ഒരൊറ്റ സ്ട്രെച്ചിൽ നമ്മൾ പറഞ്ഞു തീർക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ്. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പ്രയാസം, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ക്ഷമിക്കണം നിങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കാണാം 5/2/2025 കേട്ടോ. 5/2/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഒരിക്കലും ഇത് പെർമനൻറ്റ് വേക്കൻസി അല്ല, ടെമ്പററി വേക്കൻസിയാണ്. ടെമ്പററി എന്ന് പറഞ്ഞാൽ 4 വർഷത്തേക്കാണ് ഇതിൻ്റെ നിയമനം വരുന്നത്. ഓക്കെ, മാക്സിമം 4 വർഷം വരെയൊക്കെ പോകും. ബാംഗ്ലൂരിലാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ വരുന്നത് എന്നുള്ള മറ്റൊരു കാര്യം. അപ്പോൾ ഇത് നമുക്ക് ടെമ്പററി ആണെന്ന് വിചാരിച്ച് നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കി വെക്കാനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ BL ഒക്കെ പെർമനൻ്റ് ആയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾ എലിജിബിലിറ്റി നമുക്ക് ഉറപ്പുവരുത്താനും പറ്റും. അത് മാത്രമല്ല മറ്റേതെങ്കിലും ഇൻഡസ്ട്രീസിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്താൽ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ഇതാണ് ജോബ് കോഡ് എന്ന് പറയുന്നത്. ജോബ് കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ TE0101 എന്നുള്ളതാണ് നിങ്ങളുടെ ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജോബ് കോഡ് എഴുതേണ്ടത്. അതിൽ വിളിച്ചിരിക്കുന്ന ഡിസിപ്ലിൻ ഇലക്ട്രോണിക്സ് വിളിച്ചിട്ടുണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അലൈഡ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസിപ്ലിൻസ് ഏതൊക്കെയാണെന്നുള്ളത്, ഏതൊക്കെ ഡിസിപ്ലിനിൽ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം കണ്ടിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. ഇലക്ട്രോണിക്സിൽ 42 വേക്കൻസി, മെക്കാനിക്കൽ 20, കമ്പ്യൂട്ടർ സയൻസിൽ 5, അങ്ങനെ 67 പോസ്റ്റാണ് അതിൽ വന്നിരിക്കുന്നത്. ഇതിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 ആണ് കേട്ടോ. 1/1/2025 കണക്കാക്കി മാക്സിമം ഏജ് ലിമിറ്റ് 28 ആണ്, മിനിമം 18 ആണ്. അപ്പോൾ 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെയും, PWD ആണെങ്കിൽ 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിസർവേഷൻ വൈസ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ 30, EWS6, OBC 18, SC 9, ST 4 ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ് 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 30,000 ആണ് സ്റ്റാർട്ടിംഗ് ലഭിക്കുക, സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് 35,000 സ്റ്റാർട്ടിംഗ് ലഭിക്കും, തേർഡ് ഇയറിൽ നിങ്ങൾക്ക് 40,000 ലഭിക്കും. അപ്പോൾ ഈ ട്രെയിനി എഞ്ചിനീയറായിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ 2 വർഷം നിങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊജക്ട് എഞ്ചിനീയറിലേക്ക് മാറാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സാലറി ഒക്കെ കൂടും, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ പാട് അതിലുണ്ട്. ഇനി അടുത്തത് കോഡ് കാണാം, PE0101 എന്നാണ് ഇതിൻ്റെ കോഡ് വരുന്നത്. PE ആണ്, മറ്റേ TE ആണ്, ഓർത്ത് വെക്കണം. ഇനി പ്രൊജക്ട് എഞ്ചിനീയറിൽ ഇതിൽ ഇലക്ട്രോണിക്സ്, മെക്കാനിക്, കമ്പ്യൂട്ടർ സയൻസ്, മെക്കട്രോണിക്സ് ആണ് വന്നിരിക്കുന്നത്. ഇലക്ട്രോണിക്സിൽ 43, മെക്കാനിക്കലിൽ 18, കമ്പ്യൂട്ടർ സയൻസിൽ 8, മെക്കട്രോണിക്സ് ഒരു വേക്കൻസി, അങ്ങനെ 70 പോസ്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം 2 വർഷം എന്ത് വേണം, എക്സ്പീരിയൻസ് വേണം കേട്ടോ. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ട്രെയിനി എഞ്ചിനീയറിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. ഇതിലേക്ക് 32 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. OBC ആണെങ്കിൽ 35 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ 37 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ജനറൽ 29 വേക്കൻസി, EWSന് 7, OBCക്ക് 19, SCക്ക് 10, STക്ക് 5 വേക്കൻസി. ഇനി ഇതിലേക്ക് ആദ്യത്തെ വർഷം നിങ്ങൾക്ക് മന്ത്ലി സാലറി ആയിട്ട് ലഭിക്കുന്നത് 40,000 ആയിരിക്കും. രണ്ടാമത്തെ വർഷത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 45,000 പെർ മന്ത് ലഭിക്കും. മൂന്നാമത്തെ വർഷത്തിൽ 50,000, നാലാമത്തെ വർഷത്തിൽ 55,000.
ഇത് കൂടാതെയാണ് ഞാൻ പറഞ്ഞത് ഇയർലി നിങ്ങൾക്ക് എന്താണ് ഒരു റിട്ടൻഷൻ ബോണസ് ആയിട്ട് 25,000 ഉണ്ടാവും. അത് നിങ്ങൾക്ക് 4 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപയായിട്ട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ലഭിക്കും എന്നുള്ളതും ഈ പ്രൊജക്ട് എഞ്ചിനീയറിൻ്റെ ഒരു അട്രാക്ഷനാണ്. ഇനി ഇതിൻ്റെ എത്ര വർഷമാണ് പീരീഡ് ഓഫ് ടൈം കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു. ട്രെയിനി എഞ്ചിനീയർ ആണെങ്കിൽ ഇനീഷ്യലി 2 വർഷത്തേക്കാണ് നിയമിക്കുന്നതെങ്കിലും അതൊരു നമ്മുടെ പെർഫോമൻസിനൊക്കെ അനുസരിച്ച് വീണ്ടും 1 വർഷം കൂട്ടി അങ്ങനെ ടോട്ടൽ 3 വർഷം വരെ പോകും. ഇനി പ്രൊജക്ട് എഞ്ചിനീയർ ആണെങ്കിൽ ഇനീഷ്യലി 3 വർഷത്തേക്കാണ് നിയമിക്കുന്നതെങ്കിലും നമ്മുടെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കി 1 വർഷം കൂടെ കൂട്ടി തന്ന് 4 വർഷം വരെ നമുക്ക് വർക്ക് ചെയ്യാന്നുള്ളതാണ്. ഇനി മുകളിൽ പറഞ്ഞിരിക്കുന്ന സാലറിക്ക് പുറമെ ഒരു 12,000 രൂപ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റിന് നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങളുടെ സ്റ്റിച്ചിങ് ചാർജും അതുപോലെ ഇൻഷുറൻസ് അങ്ങനെ കുറേ സംഭവങ്ങൾക്ക് വേണ്ടി ഒരു 12,000 രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇയർലി. ഈ പ്രൊജക്ട് എഞ്ചിനീയർ ആകുമ്പോൾ ഞാൻ പറഞ്ഞു അതിൽ റിട്ടൻഷൻ ബോണസ് ആയിട്ട് 25,000 രൂപ, അതായത് നിങ്ങൾ 4 വർഷം തികച്ചു കഴിഞ്ഞാൽ അതൊരു ബോണസായിട്ട് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. 4 വർഷം കംപ്ലീറ്റ് ചെയ്താൽ അതിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ കിട്ടൂല. ഓക്കെ, അപ്പോൾ ഇയർലി 25,000 വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 4 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർത്തിയാക്കിയാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അപ്പർ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. ഓക്കെ, 4 ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ജസ്റ്റ് പാസ് ക്ലാസ് മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ഈ 3 ഡിസിപ്ലിനാണ്. പ്രൊജക്ട് എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ കമ്പ്യൂട്ടർ സയൻസ്, മെക്കട്രോണിക്സും കൂടെ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇതിലും BE or BTech, BSc അതായത് ഡിസിപ്ലിൻ BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഏതൊക്കെ ഡിസിപ്ലിൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ കാണാൻ പറ്റും. ഇലക്ട്രോണിക്സിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ടെലികമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസിലേക്ക് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ്. മെക്കട്രോണിക്സിൽ BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്കിവിടെ പാസ് ക്ലാസ് മതി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ അടുത്തൊരു പാരഗ്രാഫിലായിട്ട് ഇവിടെ പറയുന്നുണ്ട് 55% മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 55% മാർക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കണ്ടീഷനാണ്. പാസ് ക്ലാസ് ഉള്ളവരൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവർ 55% സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഗ് ഫീൽ ചെയ്യുന്ന നിങ്ങൾ ക്ഷമിക്കണം. കാരണം നമ്മൾ എഡിറ്റിങ്ങിന് ഒരുപാട് സമയം പോകുന്നത് കാരണം നമുക്ക് കൂടുതൽ നോട്ടിഫിക്കേഷൻ ഇടാൻ പറ്റുന്നില്ല, കുറഞ്ഞ സമയമുള്ളൂ നമുക്ക്, അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. സെലക്ഷൻ പ്രൊസീജിയർ നിങ്ങൾക്കാണ് ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ആണെങ്കിൽ 100 മാർക്കിൻ്റെ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. പ്രൊജക്ട് എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് 85 മാർക്കിൻ്റെ എക്സാമുകൾ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, മെത്തേഡ് ഓഫ് സെലക്ഷനിൽ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റും അതുപോലെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കില്ല. എന്തായാലും റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ബാംഗ്ലൂർ വെച്ചായിരിക്കും, എക്സാം സെൻ്ററൊക്കെ ബാംഗ്ലൂർ ആയിരിക്കും. അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ട്രെയിനി എഞ്ചിനീയറിലേക്ക് 150 രൂപ പ്ലസ് നിങ്ങൾക്ക് 18% GST പാട് ഉണ്ടായിരിക്കും. ദെൻ പ്രൊജക്ട് എഞ്ചിനീയർ 400 രൂപ പ്ലസ് 18% GST ഉണ്ടായിരിക്കും. SC ST PWD കാൻഡിഡേറ്റ്സിന് യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ഫീ അടയ്ക്കേണ്ടത് SBI കളക്റ്റിലൂടെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ബാങ്കിൻ്റെ ATM കാർഡോ UPI ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് UPI ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഫീ അടയ്ക്കാം. അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഫീ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ ഫോമിൽ മെൻഷൻ ചെയ്യണം. അപ്ലിക്കേഷൻ ഫോമാണ് നമ്മൾ ഓൺലൈനായിട്ടല്ല അപ്ലൈ ചെയ്യേണ്ടത്, ഓഫ്ലൈൻ ആയിട്ടാണ്. ഇതാണ് അപ്ലിക്കേഷൻ ഫോം. അതൊക്കെ ഞാൻ കാണിക്കുക, എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ മറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഫീ അടയ്ക്കേണ്ട ഇൻസ്ട്രക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഡെമോ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫോം ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഫോം പ്രിൻ്റ് എടുക്കുകയാണ് ആദ്യം വേണ്ടത്. അത് പ്രിൻ്റ് എടുത്ത് അത് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു എൻവലപ്പിലിട്ടിട്ട് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അങ്ങനെ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളത് നമ്മൾ ആ പറയുന്ന ആപ്ലിക്കേഷൻ്റെ കൂടെ വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ സൈൻ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമാണ്. ഈ ഫോം നമ്മൾ പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത ഇതാണ് നമ്മുടെ കയ്യിൽ ഒന്നാമതായിട്ട് വേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കയ്യിലുണ്ടായിരിക്കും. രണ്ടാമതായിട്ട് വേണ്ടത് പാസ്വേഡ് ഫോട്ടോ ആണ്. പാസ്വേഡ് ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഒട്ടിക്കണം. ഓക്കെ, പിന്നെ വേണ്ടത് നമ്മൾ എക്സ്ട്രാ ഒരു അഡീഷണൽ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇടാവുന്നതുമാണ്. അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ് ആണ് അടുത്ത നമുക്ക് വേണ്ടത് ഏജ് പ്രൂഫിന് വേണ്ടിയിട്ട്. അടുത്ത വേണ്ടത് നിങ്ങളുടെ ഈ പറയുന്ന ഡിഗ്രിയുടെ ഫൈനൽ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഫൈനൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആയാലും കുഴപ്പമില്ല, BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കേട്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ CGPA അല്ലെങ്കിൽ DGPA OGPA ഒക്കെ ആണെങ്കിൽ, അതായത് ഗ്രേഡ് പോയിൻ്റ് ആണെങ്കിൽ അതിനെ പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഫോർമുല സർട്ടിഫൈ ചെയ്ത് നിങ്ങൾ വാങ്ങണം. ഇൻ കേസ് നിങ്ങളുടെ കൺസോളിഡേറ്റ് മാർക്ക് ഷീറ്റ് നിങ്ങൾ നോക്കുക,
നിങ്ങളുടെ കൺസോളിഡേറ്റ് മാർക്ക് ഷീറ്റിൽ CGPA ഇൻറ്റു 9.5 അല്ലെങ്കിൽ 10 അങ്ങനെ എന്തോ ഒരു സൂത്രവാക്യം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കൺസോളിഡേറ്റ് മാർക്ക് ഷീറ്റിൽ അധികവും ഉണ്ടാവും. ഏതെങ്കിലും ബോർഡിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതത് പഠിച്ച കോളേജിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്ന പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഇത് സർട്ടിഫൈ ചെയ്ത് തരണം. എങ്ങനെയാണ് നമ്മളുടെ ഗ്രേഡ് പോയിൻറ്റിനെ നമ്മൾ പെർസെൻറ്റേജ് ആക്കി മാറ്റുക എന്നുള്ളത് സർട്ടിഫൈ ചെയ്ത് തരണം എന്നുള്ളതാണ്. നമ്മളത് സർട്ടിഫൈ ചെയ്ത് വാങ്ങണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കേണ്ടി വരും. അങ്ങനത്തെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതായിരിക്കുന്നു. ഒന്നുകൂടെ പറയാം. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് 6.8 അല്ലെങ്കിൽ 7.1 അങ്ങനെ പറഞ്ഞിട്ട് ഒരു പോയിൻ്റാണ് കാണുന്നത്. അതാണ് CGPA എന്നുള്ള രീതിയിലാണ് കാണുന്നതെന്ന് വിചാരിക്കാം. പേഴ്സൻറ്റേജ് എന്താണ്, 80%, 60% എന്നുള്ള പേഴ്സൻറ്റേജ് ഒന്നും കൊടുത്തിട്ടില്ല, ടോട്ടൽ മാർക്ക് കൊടുത്തിട്ടില്ല, ഇങ്ങനെ കൊടുത്തില്ല. ഒക്കെ ഗ്രേഡ് പോയിൻ്റാണ്. 6, 8, 5, 7 എന്നൊക്കെ പറഞ്ഞാൽ ഗ്രേഡ് പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സൂത്രവാക്യം കാണാം, CGPA ഇൻറ്റു 9.5 അല്ലെങ്കിൽ 10 ഉണ്ടാവും, ഇതിലേതെങ്കിലും ഒന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന CGPA 6.5 ആണെങ്കിൽ ഇൻറ്റു 10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 65% എന്നുള്ളത് നമുക്ക് കിട്ടും മാർക്ക്. ഓക്കെ, അപ്പോൾ അതാണ് അതിനെ കൺവേർട്ട് ചെയ്യുക, പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ പ്രൂഫായിട്ട് യൂസ് ചെയ്യാം. വേറെ എക്സ്ട്രാ പ്രൂഫിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ യാതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, നമുക്ക് ഈ പറയുന്ന CGPA അല്ലെങ്കിൽ നമ്മുടെ ഗ്രേഡ് പോയിൻറ്റിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റുന്ന യാതൊരു ഇൻസ്ട്രക്ഷനും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിന് സമീപിച്ചിട്ട് എങ്ങനെയാണ് അത് ഗ്രേഡ് പോയിൻറ്റിനെ പെർസെൻറ്റേജ് ആക്കുന്നതെന്ന് സർട്ടിഫൈ ചെയ്ത് നിങ്ങൾ വാങ്ങണം. ഓക്കെ, അങ്ങനെയുള്ളവർ അതുമ്പാട് അതിൻ്റെ കൂടെ വെക്കണം. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളിച്ചിട്ട് ഒരു പേപ്പറിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് എഴുതണം. ഓക്കെ, പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റുകളാണ് SC/ST OBC EWS ഒക്കെ ആണെങ്കിൽ ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനായിരിക്കണം. പിന്നെ നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയാണ്. ഇതൊക്കെ പിന്നെ നിലവിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ്, നമ്മൾ നോക്കേണ്ട. NOC ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയിൽ ആധാർ കാർഡ്, വോട്ടർ ഇതിൽ ഏതെങ്കിലും ഒരു ഐഡൻറ്റി കാർഡ് നമ്മൾ സെൽഫ് ടെസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ വെക്കണം. പിന്നെ നമ്മുടെ ഫീ അടച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമ്മൾ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ് ഉണ്ടാവും, അതും അതിൻ്റെ കൂടെ വെക്കണം. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അതിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അയച്ചു കൊടുക്കേണ്ട എൻവലപ്പ് ഒരു A4 സൈസ് ലുള്ള എൻവലപ്പ് വാങ്ങണം. പോസ്റ്റൽ കവർ നമ്മൾ വാങ്ങുമ്പോൾ നിങ്ങൾ പറയണം A4 സൈസ് ആ ഒരു ഡയമെൻഷനിലുള്ളതായിരിക്കണം എന്ന്. ഓക്കെ, എന്നിട്ട് അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ്, ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. ഓക്കെ, ആ എൻവലപ്പിൻ്റെ മുകളിൽ നിങ്ങൾ എഴുതേണ്ട വാചകമാണ് അപ്ലിക്കേഷൻ ഫോർ ദ, അപ്പോൾ ട്രെയിനി എഞ്ചിനീയർ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ട്രെയിനി എഞ്ചിനീയർ, ഇവിടെ കൊടുത്ത വാചകം ഉണ്ടല്ലോ ഇതേപോലെ ഇതാ, ട്രെയിനി എഞ്ചിനീയർ 1 ജോബ് കോഡ് നമ്പർ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ട് നിങ്ങൾ ആ ജോബ് കോഡ് എഴുതണം, TE0101 നിർബന്ധമാണ് ഇതിങ്ങനെ എഴുതൽ. ഓക്കെ, അത് നമ്മൾ എൻവലപ്പിൻ്റെ മുകളിൽ പോസ്റ്റൽ കവറിൻ്റെ മുകളിലാണ് എഴുതേണ്ടത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ A4 ഷീറ്റിൻ്റെ സൈസിലുള്ള പോസ്റ്റൽ കവറില്ല, നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്ന എൻവലപ്പ് എന്നാണ് അതിന് പറയാം. ആ എൻവലപ്പിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വാചകം എഴുതേണ്ടത്. ട്രെയിനി എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾ ഈ വാചകം കംപ്ലീറ്റ് ഇതേപോലെ കോപ്പി ചെയ്ത് എഴുതിയാൽ മതി, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതാം. ഇനി നിങ്ങൾ ഈ പോസ്റ്റിനാണ് പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് ആയിട്ടുള്ള ഈ വാചകമാണ് നിങ്ങൾ എഴുതേണ്ടത്, അത് നിർബന്ധമാണ്. എന്നിട്ട് നമ്മൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കവിടെ കാണാം ഡെപ്യൂട്ടി ജനറൽ മാനേജർ മുതൽ നിങ്ങൾക്കവിടെ കാണാം കർണാടക പിൻകോഡ് സഹിതം. ഇതാണ് അഡ്രസ്സ്, ഫുൾ അഡ്രസ്സ്. ഇത് ഫുൾ അഡ്രസ്സ് എഴുതണം, ഇവിടെ അഡ്രസ്സ് എഴുതിയിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പോസ്റ്റൽ ആയിട്ട് നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കാം. സ്പീഡ് പോസ്റ്റ് ഒക്കെ ആയിട്ട് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 20/2/2025 അതായത് ഫെബ്രുവരി 20 എന്ന് പറയുന്ന ഡേറ്റിൽ ഈ അഡ്രസ്സിലേക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അവിടെ എത്തണം. പോസ്റ്റൽ കവറിൽ ഇട്ടിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പോസ്റ്റൽ കവറിലിട്ട് അത് ഒട്ടിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് അയച്ചു കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഫോം ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഇതാണ് ആ ഫോം. ഓക്കെ, അതിന് മുൻപ് നിങ്ങൾ ഫീ അടയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫീ അടയ്ക്കേണ്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെങ്ങനെ അടയ്ക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടേക്കാണ് വരിക. BL റിക്രൂട്ട്മെൻറ്റ് 2025 നിങ്ങൾ അപ്ലൈ നൗ ഫോർ 137 എഞ്ചിനീയറിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് പറഞ്ഞിട്ട് കാണാം. ഇവിടെ ടേബിൾ കാണാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യാം.
ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രിൻ്റ് എടുക്കേണ്ടത്. അതിന് മുൻപ് ഫീ അടയ്ക്കേണ്ട ഉദ്യോഗാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് പറഞ്ഞിട്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം SBI കളക്റ്റിലേക്കാണ് നമ്മൾ വന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് കാറ്റഗറി എന്നുള്ള സെലക്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം റിക്രൂട്ട്മെൻറ്റ് ഓഫ് ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ട്രെയിനി എഞ്ചിനീയർ നിങ്ങൾക്ക് കാണാം PDIC എന്ന് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, കാരണം നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ജസ്റ്റ് ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്കിവിടെ കാണാം PDIC അതിൻ്റെ ഒരു യൂണിറ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ യൂണിറ്റിൻ്റെ പേരാണ് അവിടെ PDIC എന്നുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണേ. അപ്പോൾ ഇവിടെ നോക്കുക, PDIC രണ്ടെണ്ണം ഇവിടെ കാണാം. ഒന്ന് നമ്മുടെ പ്രൊജക്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഫീ പേയ്മെൻറ്റ് വ്യത്യാസമുണ്ട് അതിലേക്ക്. ദെൻ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഫീ പേയ്മെൻറ്റ് ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഞാൻ എന്തോന്ന് സ്കിപ്പ് ചെയ്തോ നോക്കട്ടെ, ജസ്റ്റ് ഒരു മിനിറ്റ് കേട്ടോ. ഫീ പേയ്മെൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, നമ്മൾ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യം ഇത് നമ്മൾ എഡിറ്റിംഗ് ഇല്ലാത്തത് കൊണ്ടുള്ള ഇഷ്യൂ ആണ്. ഇപ്പം നിങ്ങൾ ദയവായിട്ടൊന്ന് നിങ്ങൾ സീക്ക് ചെയ്ത് എന്തെങ്കിലും കാണാം കേട്ടോ. അങ്ങനെയുള്ള ഫീ പേയ്മെൻറ്റ് ഞാൻ വിട്ടു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെ അന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലേ. പ്രൊജക്റ്റ് എഞ്ചിനീയർ ആണെങ്കിൽ 400 രൂപ പ്ലസ് ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടത്. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങൾക്കിവിടെ കാണാം പ്രൊജക്റ്റ് എഞ്ചിനീയർ ആണെങ്കിൽ നമ്മൾ അതാ സെലക്ട് ചെയ്യേണ്ടത്. ട്രെയിനിങ് എഞ്ചിനീയർ ആണെങ്കിൽ അത് രണ്ടാമത്തെ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കണം നിങ്ങൾ സെലക്ട് ചെയ്ത് കറക്റ്റ് വന്നിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റ് ഓഫ് ട്രെയിനിങ് എഞ്ചിനീയർ BL PDIC ആണ് വന്നിരിക്കുന്നത് തന്നെ ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇവിടെ നിങ്ങളുടെ നെയിം കൊടുക്കുക. കാറ്റഗറി ഇവിടെ ജനറൽ OBC ഏതാച്ചാൽ നിങ്ങൾ അത് കൊടുക്കുക. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, മെയിൽ ID. ഓക്കെ, ഇവിടെ നമുക്ക് ഫീ കാണാം. GST പ്ലസ്, അതായത് 150 ആണ് വരിക. 18% GST അടക്കം 177 രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ റിമാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ അഡ്വർടൈസ് നമ്പറും നിങ്ങൾ ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നിൽക്കുക വേണമെങ്കിൽ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തന്നെ ഫില്ല് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ നെക്സ്റ്റ് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് വെരിഫൈ ചെയ്യുക. നിങ്ങളുടെ ATM കാർഡ് ഏത് ബാങ്കിൻ്റെ ATM കാർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് UPI നിങ്ങളുടെ അതായത് ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള എന്ത് പേയ്മെൻറ്റ് മെത്തേഡ് വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇത് SBI കളക്ട് ആയിട്ട് SBI എന്താണ് ബാങ്ക് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് നിങ്ങൾ യൂസ് ചെയ്യുക. എന്നിട്ട് അത് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്താൽ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ട്രാൻസാക്ഷൻ നമ്പറൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫില്ല് ചെയ്യണം. ഈ പ്രിൻ്റ് എടുത്ത റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ അയച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാം. ആപ്ലിക്കേഷൻ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് ഓടിച്ച് പോകാം. അപ്പോൾ നിങ്ങൾക്കാണ് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ആദ്യം നമ്മൾ ഈ പറയുന്ന ഒരു പാസ്വേഡ് ഫോട്ടോഗ്രാഫോട് ഒട്ടിക്കുക. എന്നിട്ട് അതിന് ക്രോസ് ആയിട്ട് നമ്മൾ സൈൻ ചെയ്യുക. കുറച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിലും ഫോട്ടോയിലും വരുന്ന രീതിയിൽ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾ ഈ കോളത്തിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ടിക്ക് ചെയ്യാം. ഇനി പ്രൊജക്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ ഈ കോളത്തിൽ ടിക്ക് ചെയ്യാം. അപ്പോൾ ഏതിലേക്കാണോ. ഇനി അടുത്ത ജോബ് കോഡാണ്. ജോബ് കോഡ് നമ്പർ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ജോബ് കോഡ് നമ്പർ കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ കേട്ടാണ്, സീക്ക് ചെയ്ത് കാണുന്നവരുണ്ടാവും, സ്കിപ്പ് ചെയ്ത് കാണുന്നവരൊക്കെ ഉണ്ടാവും. കാണിക്കാം. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതാണ് ജോബ് കോഡ്. ഇപ്പോൾ ഞാൻ ആ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ട്രെയിനിങ് എഞ്ചിനീയർ ആണെങ്കിൽ TE0101. ഇനി പ്രൊജക്റ്റ് എഞ്ചിനീയർ ആണെങ്കിൽ PE0101 ആണ് വരിക. അപ്പോൾ ഞാനിവിടെ കാണിക്കാം നിങ്ങൾക്ക്. TE0101. ഓക്കെ, നമുക്ക് ശരിക്കും ഇവിടെ കോളം കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, കോളം 0101 അല്ലേ, ഒരു മിനിറ്റ്. 1 2 3 4 5 6 നമുക്ക് 6 ഡിജിറ്റാണ് ഇവിടെ. 1 2 3 4 5. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് നീറ്റായിട്ട് ഇങ്ങോട്ട് ഒരു കോളം പടം വരയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ ആ പ്രോപ്പറായിട്ട് അതേപോലെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. പിന്നെ നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കണം, ടിക്ക് ചെയ്യാൻ പറയുന്നത് ടിക്ക് ചെയ്യാൻ പറയുന്നിടത്ത് മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് ടിക്ക് ചെയ്താൽ മതി. ഇനി ഇവിടെ മാരീഡ് അൺമാരീഡ് കാര്യങ്ങൾ, നാഷണാലിറ്റി അത് കൊടുക്കുക, റിലീജിയൻ, മൊബൈൽ നമ്പർ, വേറെ മൊബൈൽ നമ്പർ ഉണ്ടാവും കൊടുക്കുക, മെയിൽ ID ബ്ലോക്ക് ലെറ്ററിൽ കൊടുക്കണം കേട്ടോ. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം മെയിൽ ID. ഓക്കെ, ഇപ്പോൾ GOCL എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, അത് എഴുതണം. പിന്നെ കാറ്റഗറി SC OBC ഏതാച്ചാൽ കൊടുക്കാം. പിന്നെ PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അവർ പെർസെൻറ്റേജ് ഡിസബിലിറ്റി ഒക്കെ അത് അവർക്കുള്ളതാണ്, ശാരീരിക പ്രശ്നങ്ങളിലാണ്. പിന്നെ പെർമനൻറ്റ് അഡ്രസ്സ് ഈ ഭാഗത്ത് എഴുതാം, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഈ ഭാഗത്ത് എഴുതാം. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഏതാണ്, BE ആണ് കഴിഞ്ഞതെങ്കിൽ BE എന്നുള്ള ടിക്ക് ചെയ്യാം. BTech ആണ് കഴിഞ്ഞെങ്കിൽ BTech ടിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഡിസിപ്ലിൻ മെക്കാനിക് ആണെങ്കിൽ മെക്കാനിക്ക്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഏതാച്ചാൽ നിങ്ങളത് കൊടുക്കുക.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ എല്ലാ ഡിഗ്രിയുടെ എല്ലാ മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ അയച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ 10ാം ക്ലാസ്സിലെ ഡീറ്റെയിൽസ് കൊടുക്കാം, പഠിച്ച സ്ഥാപനം, നമ്മളെ മെയിൻ സബ്ജക്റ്റ് എന്നുള്ളത് ജനറൽ എന്ന് കൊടുത്താൽ മതി 10ാം ക്ലാസ് ആയതുകൊണ്ട്. പിന്നെ പെർസെൻറ്റേജ്, അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്കൂടെ കാണാം. ഈസി ടൂൾ ഇതാ നമ്മുടെ GOCL എജുലാൻഡ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. നമ്മുടെ വെബ്സൈറ്റിൽ ഈസി ടൂൾ ഉണ്ട്. എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണാമെന്നുള്ള വീഡിയോ ഒക്കെ അതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാൽക്കുലേറ്ററും ഉണ്ട്. മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ്, ഇവിടെ +2ൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ നിങ്ങൾ കൊടുക്കാം. BR BTECൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ ഇവിടെ കൊടുക്കാം. ഇവിടെ നിങ്ങൾ പെർസെൻറ്റേജും എഴുതണം, ക്ലാസ്സും എഴുതണം കേട്ടോ. അപ്പോൾ 65% ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫസ്റ്റ് ക്ലാസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ കാര്യങ്ങൾ എഴുതാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു CGPA നിങ്ങൾ കൺവേർട്ട് ചെയ്ത് പെർസെൻറ്റേജ് ആക്കിയതാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ കൺവേർഷൻ ഫോർമുല ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അത് നിർബന്ധമാണ്, മാൻഡറ്ററി ആണ്, പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അതില്ലെങ്കിൽ നമ്മൾ അപേക്ഷ മേ ബി അവർ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കാം. ഇനി നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കാം. ഇനി ഇവിടെ NOCൻ്റെ അത് നമുക്ക് ഇവിടെ നോ കൊടുത്താൽ മതി, നമ്മൾ ടിക്ക് ചെയ്താൽ മതി, നമുക്കത് ബാധകമല്ല, നിലവിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണൊക്കെ. ഇനി SBI റെസിപ്റ്റ് നമ്പറാണ്. SBIൻ്റെ നമ്മൾ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്കൊരു അതിൽ റെസിപ്റ്റ് നമ്പർ ഉണ്ടാവും. ആ റെസിപ്റ്റ് നമ്പറോടെ എഴുതി കൊടുക്കാം. നമ്മൾ ഫീ അടച്ച ഡേറ്റ്, എമൗണ്ട്, ഓക്കെ എത്രയാണ് അടിച്ച എമൗണ്ടോടെ എഴുതി കൊടുക്കാം. ഇനി അടുത്ത് നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും BL വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ഇതിൻ്റെ കൂടെ അപേക്ഷയുടെ കൂടെ വെക്കേണ്ട ഡീറ്റെയിൽസിൻ്റെ ആ ഒരു കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സെൽഫ് അറ്റസ്റ്റഡ് SLC ബുക്ക് ഫോട്ടോ കോപ്പി എടുത്ത് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് വെക്കുന്നതുകൊണ്ട് നമ്മൾ ടിക്ക് ചെയ്യാം. ഇനി നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ്റെ എല്ലാ സെമസ്റ്ററിൻ്റെ മാർക്ക് ഷീറ്റും അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ്, അത് വെക്കുന്നുണ്ട്, അത് ടിക്ക് ചെയ്യുക അവിടെ. ഇനി CGPA വെക്കുന്നവർ ടിക്ക് ചെയ്യുക, അല്ലാത്തവർ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യേണ്ട. ഇനി അടുത്തത് നിങ്ങൾ എക്സ്പീരിയൻസ് വെക്കുന്നവർ ടിക്ക് ചെയ്യുക, അല്ലാത്തവർ ടിക്ക് ചെയ്യേണ്ട. ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റിയൊക്കെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുക, അത് അങ്ങനത്തെ ഒരു കവർ ലെറ്റർ പോലെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ മീൻസ് ഒരു എക്സ്ട്രാ നമ്മളൊരു പേപ്പറിൽ എഴുതിയാൽ മതി. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വെക്കുക, അല്ലെങ്കിൽ ആ ബ്ലാങ്ക് ആക്കി ഇടാം. ഇനി നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ വെക്കുന്നത് SC ST OBC വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലാങ്ക് ആക്കി ഇടാം. ഇനി NOC വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിലവിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ്, നമ്മൾ നോക്കണ്ട. ഇനി SBI ഫീ ചെലാൻ നമ്മൾ ഫീ അടച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ടിക്ക് ചെയ്യുക, അല്ലാത്തവർ ടിക്ക് ചെയ്യേണ്ട. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെയൊക്കെ നമ്മളിവിടെ കൊടുത്ത ഡോക്യുമെൻസിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. ആ സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നിങ്ങളുടെ ഡേറ്റ് പ്ലേസ് ചെയ്താൽ സിഗ്നേച്ചർ. അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള ഫോട്ടോ കോപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫീ അടയ്ക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫീ മാത്രം നിങ്ങൾക്ക് അടച്ചു തരണമെങ്കിൽ അടച്ചു തരാം. നിങ്ങൾക്ക് ആ ഫീ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ കോൺടാക്ട് ഓർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം ചെറിയൊരു സർവീസ് ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്